ന്യൂസിലൻഡിലെ ഏറ്റവും സുന്ദരമായ നഗരത്തിലാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്, ക്രൈസ്റ്റ് ചർച്ച്. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. നമ്മളിത് യാത്ര ചെയ്ത് കൈക്കോറയിൽ നിന്ന് ക്രൈസ്റ്റ് ചർച്ചിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ ക്രൈസ്റ്റ് ചർച്ച് എയർബിഎൻബി ചെക്ക് ഇൻ ചെയ്തു. കുറച്ച് കുക്കിങ്ങും വാചകവടിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഈവനിങ് അവിടെ സ്പെൻഡ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ എണീറ്റ് ട്രാം എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് കരുതി സിറ്റിയിലോട്ട് പോയി. ട്രാമിന്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ മരത്തിന്റെ സീറ്റുകളും പഴയ ടൈപ്പിലുള്ള ലൈറ്റ്സും ഒക്കെ കാണുമ്പോൾ തന്നെ ഒരു വിന്റേജ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ അത് സഹായിക്കുന്നുണ്ട്. 1880കളിലെയും 1900കളിലെയും മോഡൽ ട്രാമുകളാണ് ഇപ്പോൾ ക്രൈസ്റ്റ് ചർച്ചിൽ ഓടുന്നത്. ഈ ട്രാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മൾ ഒരു ദിവസത്തെ ടിക്കറ്റ് എടുത്താൽ ആ ദിവസം തന്നെ എത്ര തവണ വേണമെങ്കിലും നമുക്കിതിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യാം. സിറ്റിയിലുള്ള പ്രധാനപ്പെട്ട എല്ലാ സ്റ്റോപ്പിലും ഇത് നിർത്തുകയും ചെയ്യും. ജേർണി മുഴുവൻ സിറ്റിയുടെ ഹിസ്റ്ററിയും ഇമ്പോർട്ടൻറ്റ് ബിൽഡിങ്സിനെ കുറിച്ചും ഡ്രൈവർ നല്ല വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ഗൈഡഡ് സിറ്റി ടൂർ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ട്രാമിലെ യാത്രയിൽ ഒരു സ്ഥലത്ത് വെച്ച് റെസ്റ്റോറൻറ്റുകളുടെ ഇടയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്തിരുന്ന് ആളുകൾ ആഹാരം കഴിക്കുകയും നമ്മളെ കൈ വീശി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. 100 വർഷം പഴക്കമുള്ള ഈ ട്രാമൊക്കെ ഇപ്പോഴും ഓടുന്നുണ്ടല്ലോ എന്നുള്ളത് ഒരത്ഭുതം തന്നെയാണ്. എല്ലാ ട്രാമിനും ഏകദേശം 18 സ്റ്റോപ്പുകളാണുള്ളത്. ഏകദേശം 50 മിനിറ്റ് കൊണ്ട് സിറ്റി മൊത്തം കറങ്ങി വരാൻ ഈ ട്രാമിന് സാധിക്കും. അതുകൊണ്ട് തന്നെ സിറ്റി കാണാൻ വേറെ ഒരു വണ്ടിയും വിളിക്കേണ്ട ആവശ്യമില്ല. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ട്രാമിന്റെ സമയം. ഒരു അഡൾട്ടിന് ഓൾ ഡേ പാസ് ഏകദേശം $42 വരും. അങ്ങനെ ട്രാം കയറി സിറ്റി മൊത്തം കണ്ട ശേഷം ഞങ്ങൾ ലഞ്ചിനായിട്ട് ഒരു സ്ഥലം കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ക്രൈസ്റ്റ് ചർച്ചിൽ ഒരു അടിപൊളി ഷവർമ പ്ലേസും കണ്ടെത്തി. എന്താ കഴിക്കാൻ പോകുന്നത്? ഞങ്ങൾക്ക് എല്ലാവർക്കും ഷവർമ ഒരുപാട് ഇഷ്ടമായി. ഈ ഷവർമ കഴിക്കാൻ വേണ്ടി മാത്രം ക്രൈസ്റ്റ് ചർച്ചിലോട്ട് ഒന്നുകൂടി വരണമെന്നും ഞങ്ങൾ അവിടെ ഇരുന്ന് പ്ലാൻ ഇട്ടു. ഷവർമയും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ക്രൈസ്റ്റ് ചർച്ചിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് ഞങ്ങൾ അങ്ങനെ നടന്നു. അടുത്തതൊരു വെറൈറ്റി സംഭവം ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ പേരാണ് പണ്ടിങ്. അങ്ങനെ നടന്ന് ഞങ്ങൾ പണ്ടിങ് ചെയ്യുന്ന സ്ഥലത്തെത്തി. ഇവിടെ എത്തുന്ന എല്ലാ ടൂറിസ്റ്റും ഒരിക്കലെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്പെഷ്യൽ അട്രാക്ഷനാണ് പണ്ടിങ്. ആദ്യം എന്താണ് പണ്ടിങ് എന്ന് നമുക്ക് നോക്കിയാലോ. പണ്ട് എന്നത് അടിവശം ഫ്ലാറ്റ് ആയതും ഷാലോ വാട്ടറിൽ സഞ്ചരിക്കാൻ സ്പെഷ്യലായി ഡിസൈൻ ചെയ്തതുമായ ഒരു പ്രത്യേകതരം ബോട്ടാണ്. സാധാരണ ബോട്ട് പോലെ ഇതിൽ എഞ്ചിനൊന്നും യൂസ് ചെയ്യാറില്ല. പകരം ബോട്ട് ഓടിക്കുന്നയാൾ നീളമുള്ള ഒരു വുഡൻ പോൾ ഉപയോഗിച്ച് ബോട്ട് പതുക്കെ തള്ളി മുന്നോട്ട് പോകുന്നു. നമ്മുടെ നാട്ടിൽ പണ്ട് ചങ്ങാടം ഓടിച്ചതുപോലത്തെ ഒരു യാത്ര. അതുകൊണ്ട് തന്നെ ഈ യാത്ര ഭയങ്കര പീസ്ഫുള്ളുമാണ്. നമുക്ക് ചെറുതായിട്ട് ഈ പണ്ടിങ്ങിന്റെ ഹിസ്റ്ററിയിലോട്ടൊന്ന് പോയാലോ. പണ്ടിങ് എന്ന ആശയം ആദ്യം ആരംഭിച്ചത് ഇംഗ്ലണ്ടിലാണ്. പ്രത്യേകിച്ച് കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് പോലുള്ള യൂണിവേഴ്സിറ്റി ടൗണിലൂടെ ഒഴുകുന്ന റിവറിലാണ് ഇത് കൂടുതൽ ഫേമസ് ആയത്. തുടക്കത്തിൽ ആളുകളെയും സാധനങ്ങളെയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കാനായിരുന്നു ഈ ബോട്ട് ഉപയോഗിച്ചിരുന്നതെങ്കിൽ പിന്നീട് ഇത് ടൂറിസ്റ്റുകളുടെ ഇടയിൽ വളരെ ഫേമസ് ആയി മാറുകയായി. The best way to get on is to put your hand at the back of the seat, hold on tight and lower yourself all the way down until you're sitting. That is very important. Do not let go until you're fully sitting down. Otherwise, I promise you, you're going to top. അങ്ങനെ ഞങ്ങൾ ഇൻസ്ട്രക്ഷൻ ഒക്കെ കേട്ട് പണ്ടിങ് യാത്ര തുടങ്ങി. ക്രൈസ്റ്റ് ചർച്ചിനെ പലപ്പോഴും ദ മോസ്റ്റ് ഇംഗ്ലീഷ് സിറ്റി ഔട്ട്സൈഡ് ഇംഗ്ലണ്ട് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. കാരണം ഈ സിറ്റി രൂപകൽപ്പന ചെയ്ത ആദ്യകാല സെറ്റിലേഴ്സ് പലരും ഇംഗ്ലണ്ടിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കൾച്ചറും ലൈഫ് സ്റ്റൈലും എല്ലാം ഇവിടെ കൊണ്ടുവന്നു. അതിന്റെ ഭാഗമായാണ് ഏവൺ റിവറിലും പണ്ടിങ് ആരംഭിച്ചത്. നഗരത്തിന്റെ ഓൾഡ് വേൾഡ് ചാം, യൂറോപ്യൻ സ്റ്റൈൽ ഗാർഡൻസ്, ബ്രിഡ്ജസ് എന്നിവ ഈ യാത്രയ്ക്ക് ഒരു സ്പെഷ്യൽ ഹിസ്റ്റോറിക് ഫീലും നൽകുന്നുണ്ട്. ഇവിടെ പണ്ട് ഓടിക്കുന്നവരുടെ വസ്ത്രധാരണവും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അവരുടെ വസ്ത്രധാരണവും അവർ ഫോളോ ചെയ്യുന്ന ട്രഡീഷനും എല്ലാം ഒരു ഓൾഡ് ഇംഗ്ലീഷ് എറയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഏവൺ റിവർ ക്രൈസ്റ്റ് ചർച്ചിന്റെ ഹൃദയഭാഗത്തൂടെയാണ് ഒഴുകുന്നത്. ഈ യാത്രക്കിടെ നമുക്ക് ക്രൈസ്റ്റ് ചർച്ച് ബൊട്ടാനിക് ഗാർഡന്റെ മനോഹരമായ കാഴ്ചകളും കാണാം. She's on the Stella. Good afternoon, Abby. Hello, everyone. അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ജേർണിയാണിത്. അങ്ങനെ പണ്ടിങ്ങും എല്ലാം ചെയ്ത് ഞങ്ങൾ തിരിച്ചിറങ്ങി. മറ്റൊരു ട്രാമിൽ കയറി ഞങ്ങൾ തിരിച്ച് യാത്ര. രസകരമായിട്ടുള്ള പഴയ പരസ്യങ്ങളൊക്കെ ഈ ട്രാമിൽ ഒട്ടിച്ചിരിക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടു. എല്ലാവരും ഭയങ്കര ടയർഡായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഞങ്ങൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. തിരിച്ച് എയർബിഎൻബിയിലോട്ട് പോയി ഞങ്ങൾ കിടന്നുറങ്ങി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ എണീറ്റ് അന്റാർട്ടിക് സെൻറ്ററിലോട്ട് പോയി. ഇത് പുറത്തുനിന്ന് കണ്ടപ്പോൾ
ഞങ്ങൾ വിചാരിച്ചത് ഒരു ടിപ്പിക്കൽ മ്യൂസിയം ആയിരിക്കും, പക്ഷേ ഇത് സാധാരണ ഒരു മ്യൂസിയം അല്ല. ലോകത്തിലെ ഏറ്റവും തണുപ്പേറിയ ഭൂഖണ്ഡമായ അന്റാർട്ടിക്ക അടുത്തറിയാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. അന്റാർട്ടിക്ക എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ സൗത്ത് പോളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ഐസ് കവേർഡ് കോണ്ടിനെന്റ് ആണ്. അവിടെ നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും അതിന്റെ എക്സ്പീരിയൻസ് കിട്ടാൻ സഹായിക്കുന്ന ഒരു സ്ഥലമാണ് അന്റാർട്ടിക് സെന്റർ. അന്റാർട്ടിക് സെന്റർ ക്രൈസ്റ്റ് ചർച്ചിൽ ആരംഭിക്കുന്നത് 1990-ലാണ്. അന്റാർട്ടിക്കയിലേക്ക് പോകുന്ന പല ഇന്റർനാഷണൽ സയന്റിഫിക് പ്രോഗ്രാംസിന്റെയും പ്രധാന ഗേറ്റ്വേ ആണ് ക്രൈസ്റ്റ് ചർച്ച്. അതുകൊണ്ടാണ് ഈ നഗരത്തിന് അന്റാർട്ടിക്കയുമായി ഒരു സ്പെഷ്യൽ കണക്ഷൻ ഉള്ളത്. ഇവിടെ അന്റാർട്ടിക്കയുടെ ഹിസ്റ്ററി, ക്ലൈമറ്റ്, സയന്റിഫിക് റിസർച്ച്, വൈൽഡ് ലൈഫ് എന്നിവയെക്കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ മനസ്സിലാക്കാം. അങ്ങനെ ഞങ്ങൾ കൗണ്ടറിൽ ചെന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തു. ഇവിടെ വിസിറ്റേഴ്സിന് അന്റാർട്ടിക്കയിലെ എക്സ്ട്രീം കോൾഡ് കണ്ടീഷൻസ് എങ്ങനെയാണെന്ന് അനുഭവിക്കാനും കഴിയും. ടെമ്പറേച്ചർ വളരെ താഴ്ത്തി ശക്തമായ കാറ്റും സ്നോ ഇഫക്റ്റും ഉപയോഗിച്ച് യഥാർത്ഥമായ അന്റാർട്ടിക് വെതറിനെ പോലുള്ള ഒരു എക്സ്പീരിയൻസ് നൽകുന്നു. അതെല്ലാം നമുക്ക് ഉടനെ കാണാം. ആദ്യം നമുക്ക് ഹാഗ്ലൻഡ് റൈഡിന് പോവാം. ഇതാണ് അന്റാർട്ടിക്കയിൽ ഓടുന്ന വണ്ടി, ഹാഗ്ലൻഡ്. ഈ വണ്ടിയിൽ നമ്മളെ കയറ്റി ഒരു കിഡിലൻ എക്സ്പീരിയൻസ് തന്നെയാണ് ഇവർ നമുക്ക് നൽകുന്നത്. ഹാഗ്ലൻഡ്സ് എന്നത് സ്വീഡനിൽ നിർമ്മിച്ച ഒരു ഓൾ ടെറൈൻ വെഹിക്കിൾ ആണ്. അഥവാ മഞ്ഞിലും കല്ലിലും ചെളിയിലും കുത്തനെയുള്ള മലകളിലും ആവശ്യമെങ്കിൽ വെള്ളത്തിലൂടെയും സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക വാഹനം. അന്റാർട്ടിക്ക പോലുള്ള സ്ഥലങ്ങളിൽ ആളുകളെയും സാധനങ്ങളെയൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം വണ്ടിയാണിത്. നമ്മൾ ഈ പോകുന്ന റൈഡ് യഥാർത്ഥ അന്റാർട്ടിക്കയിൽ പോകുന്നത് പോലെ ഒരു അനുഭവം നൽകാനാണ് അവരത് ഒരുക്കിയിരിക്കുന്നത്. വളരെ സ്റ്റീപ്പായ കയറ്റങ്ങളും ഇറക്കങ്ങളും സൈഡ് ടിൽറ്റും റഫ് ടെറൈനും എല്ലാം ഈ റൈഡിൽ അനുഭവിക്കാൻ കഴിയും. ഫൺ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഈ വാഹനം ഏകദേശം 45 ഡിഗ്രി വരെ കുത്തനെയുള്ള കയറ്റവും ഇറക്കവും കൈകാര്യം ചെയ്യാൻ കഴിവുള്ളതാണ്. ഞങ്ങളെല്ലാവരും ഹാഗ്ലൻഡിൻ്റെ ഉള്ളിലായിരുന്നുകൊണ്ട് പുറത്തൊന്നും വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ഇതേപോലുള്ള ടെറൈനിൽ കൂടെയൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്തു പോയത്. അങ്ങനെ റൈഡെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അന്റാർട്ടിക് സെന്ററിന്റെ അകത്ത് എന്താണെന്ന് അറിയാൻ ഞങ്ങൾ ഉള്ളിലോട്ട് പോയി. അകത്ത് കയറിയാൽ ആദ്യം തന്നെ അന്റാർട്ടിക്കയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാൻ അവരൊരു പ്രസന്റേഷൻ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അന്റാർട്ടിക്കയിലെ കാലാവസ്ഥ, വന്യജീവികൾ, ഗവേഷണ പ്രവർത്തനങ്ങൾ, പിന്നെ അവിടെ ജീവിക്കുന്ന രീതി, ഇതെല്ലാം ആ പ്രസന്റേഷനിൽ വളരെ മനോഹരമായി തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കയറാൻ പോകുന്നത് അന്റാർട്ടിക്കയിലെ സ്റ്റോം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവർ തന്നെ നമുക്ക് ജാക്കറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യും. ജാക്കറ്റ് മാത്രമല്ല ഷൂസും അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ അവിടെ ചെല്ലുന്ന ദിവസം അന്റാർട്ടിക്കയിൽ എന്ത് ടെമ്പറേച്ചർ ആണോ ആ സെയിം ടെമ്പറേച്ചർ ആയിരിക്കും അവർ ആ റൂമിലും സെറ്റ് ചെയ്യുന്നത്. അന്റാർട്ടിക്കയിൽ ഉണ്ടാകുന്ന സ്റ്റോമും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ജാക്കറ്റും ഷൂസും ഒക്കെ ഇട്ട് സ്റ്റോം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തു. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി സ്റ്റോം തുടങ്ങാനായിട്ട് വെയിറ്റ് ചെയ്തു. -8 ആണ്. ഇപ്പോൾ വിൻഡ് വരും. വിൻഡ് വന്നു കഴിഞ്ഞാൽ അതിലും തണുക്കും. Go Esther, go. എവിടെ ബാക്കിയാ? ഹായ് എസ്താ, ഹായ് എസ്താ, ഹായ്. ഓക്കെ. തണുപ്പ് സഹിക്കാൻ പറ്റാതെ അമ്മ ആദ്യം പുറത്തോട്ടിറങ്ങി. അങ്ങനെ കയ്യും മുഖവും എല്ലാം മരവിക്കുന്നവരെ ഞങ്ങൾ അവിടെ നിന്ന് എൻജോയ് ചെയ്തു.
ആ സ്റ്റോം നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എക്സിറ്റ് വഴി പുറത്തിറങ്ങി പോകാനും നമുക്ക് സാധിക്കും. ദേ ഈ കാണുന്നവരാണ് ലിറ്റിൽ ബ്ലൂ പെൻഗ്വിൻസ്. ലോകത്തിലെ ഏറ്റവും ചെറിയ പെൻഗ്വിൻ്റെ ഇനത്തിൽപ്പെടുന്നവരാണ് ഇവർ. പിന്നെ ഇവിടെ ഒരു ഫൺ ചലഞ്ച് ഏരിയയുമുണ്ട്. ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഹൗ ലോങ് ക്യാൻ യു ഹോൾഡ് യുവർ ഹാൻഡ് ഇൻ ഐസ് വാട്ടർ. ചലഞ്ച് ഏറ്റെടുക്കാൻ എല്ലാവരും ഒന്ന് തീരുമാനിച്ചു. ഞാനും അഫിയും ഒന്ന് മത്സരിക്കാൻ തീരുമാനിച്ചു. പറ്റും സാധിക്കും. നിസാരം നിസാരം നിസാരം. അല്ല പുതിയ റെക്കോർഡ്. അങ്ങനെ അഫി തോറ്റത്തിന് ശേഷം ബാക്കി കാഴ്ചകൾ കാണാൻ ഞങ്ങൾ പോയി. അന്റാർട്ടിക്കയിലേക്ക് പോകുന്ന വിമാനത്തിൻ്റെ ഉൾവശമാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ ഒരു ഹസ്കി സോണുണ്ട്. ഹസ്കികളെ നേരിട്ട് കാണാനും അവയെ തൊടാനും ഒക്കെ നമുക്ക് ഇവർ അവസരം ഉണ്ടാക്കി തരുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഹസ്കികളെല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അന്റാർട്ടിക്കയുടെ ഹിസ്റ്ററിയെക്കുറിച്ചും ക്ലൈമറ്റിനെ കുറിച്ചും കൂടുതൽ അറിയാൻ നമ്മൾ ഇതെല്ലാം ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ അന്റാർട്ടിക് സെന്ററിലെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം ഞങ്ങൾ ഒരാന വൈൽഡ് ലൈഫ് പാർക്കിലോട്ട് പോകാൻ തീരുമാനിച്ചു. ഇവിടെ ഒരു കിളിയും ഇല്ലല്ലോ. എല്ലാത്തിലും ഓറഞ്ച് ആപ്പിളൊക്കെ കുത്തി വെച്ചേക്കുന്നുണ്ടോ? അത് കിളികൾ തിന്നാനായിട്ടായി. ഞങ്ങൾ നാളെ ക്രൈസ്റ്റ് ചർച്ച് വിട്ടു പോവുകയാണ്. അപ്പോൾ ഈവനിങ് ഞങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ സമയമുള്ളത് കൊണ്ട് ഇവിടെ വരാമെന്ന് ഞങ്ങൾ കരുതി. എൻ്റെ പൊന്നട എന്ന് ഇങ്ങോട്ട് വാ. ഇവിടെ 2-3 അനിമൽ എൻകൗണ്ടേഴ്സ് ഉണ്ട്. അതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. ആദ്യത്തേത് ലയൺ. ലയണിന് തീറ്റ കൊടുക്കാൻ നമ്മൾ ഇവർ സമ്മതിക്കില്ല. പക്ഷേ ഈ ജിറാഫിന് നമുക്ക് അടുത്ത് പോയി തീറ്റ കൊടുക്കാം. Richard and Noah, and just on the platform up there is Lara. Welcome to the giraffe encounter. We have fixed the feed for everyone else as well, and it's up to them whether they come to the platform as well. So we don't want them to be a bad experience for them. And when you feed the giraffes, if you hold. അങ്ങനെ ഞങ്ങൾ ജിറാഫിന് തീറ്റ കൊടുക്കാനായിട്ട് നടന്നു കയറി. അമ്മ വെയിറ്റ് ഇങ്ങോ അമ്മ ഇവിടെ വന്നു. അങ്ങനെ ജിറാഫിന് തീറ്റ കൊടുത്ത് പിന്നെ ഞങ്ങൾ പോയത് റൈനോയെ കാണാൻ. റൈനോയെ പറ്റി ഇവർ കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഒരു അഡൽട്ട് റൈനോയ്ക്ക് ഏകദേശം 2.5 ടൺ വരെ ഭാരമുണ്ടാകുമെന്നും ഇവയ്ക്ക് 55 km/h സ്പീഡിൽ ഓടാൻ കഴിയുമെന്നും ഇവർ പറഞ്ഞു തന്നു. അത് ഞങ്ങൾക്കൊരു പുതിയ അറിവായിരുന്നു. റൈനോയുടെ വായിലോട്ട് ഒരാൾ തലയിട്ട് കൊടുക്കുന്നത് നമുക്കിപ്പോൾ കാണാം. പിന്നെ ഞങ്ങൾ പോയത് വൈൽഡ് ഡോഗിനെ ഫീഡ് ചെയ്യുന്നത് കാണാനാണ്. ഇവരാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ടീം ഹണ്ടേഴ്സ്. വൈൽഡ് ഡോഗുകൾ കൂട്ടം കൂടി ഓടുകയും വേട്ടയാടുകയും ചെയ്യുന്നവരാണ്. ഓടുമ്പോൾ ഒരു ഡോഗ് മുന്നിൽ ലീഡ് ചെയ്യും. അത് ക്ഷീണിച്ചാൽ മറ്റൊരു ഡോഗ് മുന്നിലേക്ക് വന്ന് നേതൃത്വവും ഏറ്റെടുക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഹണ്ടിങ് സക്സസ് റേറ്റ് 70 തൊട്ട് 80% വരെയാണ്. അതിനുശേഷം മുള്ളൻപന്നിയെ കണ്ടു. അവസാനമായിട്ട് അവിടെ ഒരു കുളത്തിൽ കുറേ മീനുകളുണ്ട്. അവയെ ഫീഡ് ചെയ്യാനും നമുക്കിവിടെ പറ്റും.
ഞങ്ങളെല്ലാവരും മീനിനെ ഫീഡ് ചെയ്തു. പക്ഷെ കുളത്തിൽ മീനുണ്ടെന്നറിയാതെ താറാവിനെ ഫീഡ് ചെയ്യുന്ന ആളെ നമുക്കിവിടെ കാണാം. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങി സ്റ്റേയിലേക്ക് തിരിച്ചു കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കി ഞങ്ങൾ ക്രൈസ്റ്റ് ചർച്ചിനോട് യാത്ര പറഞ്ഞു. ഇനി നമ്മൾ യാത്ര ചെയ്തെത്താൻ പോകുന്നത് ടെക്കപ്പോ ലേക്കിലേക്കാണ്. ആഷ് ബോട്ടം എത്തി. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ടെക്കപ്പോ ലേക്കിലോട്ട് പോവാണ്. അവിടെയാണ് 2 ദിവസം സ്റ്റേ. അതിൻ്റെ ഭംഗി ഞാൻ പറയുന്നില്ല, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.